ഈ പോഡ്കാസ്റ്റ് കണ്ടു, അവർ ഇത്രയും കാര്യങ്ങൾ ഹൗസ് ബിൽഡിംഗ് പ്രോസസ്സിനെ കുറിച്ച് മനസ്സിലാക്കി. ഇനി അവരെന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് അവരെന്താണ് ചെയ്യേണ്ടത്? ഒരു സ്റ്റുഡൻറ്റ് പേരൻ്റ് എന്താണ് ചെയ്യേണ്ടത്? ജർമ്മൻ ലാംഗ്വേജ് B2 2 മൊഡ്യൂളോ 3 മൊഡ്യൂളോ അല്ലെങ്കിൽ ഫുൾ മൊഡ്യൂളോ പാസ്സായ ഏതൊരു വിദ്യാർത്ഥിക്കും എഡ്യൂഫ്ലെയറിനെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്, എഡ്യൂഫ്ലെയറിലേക്ക് കടന്നു വരാവുന്നതാണ്. എഡ്യൂഫ്ലെയറിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും സുതാര്യമാണ്. ഇവിടെ ഹിഡനായി യാതൊരു കാര്യങ്ങളുമില്ല. നിങ്ങളുടെ കൺസൾട്ടൻസി ഫീസാണെങ്കിലും നിങ്ങൾക്ക് നൽകുന്ന സർവീസ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ഫിക്സഡാണ്. നിങ്ങൾക്ക് പ്രിൻ്റഡായി എഡ്യൂഫ്ലെയറിൽ നിന്ന് ഇതെല്ലാം കിട്ടാനുള്ള അവസരമുണ്ട്. നിങ്ങളുടെ അൺവാണ്ടഡായി ഒരു പണം പോലും എഡ്യൂഫ്ലെയർ വാങ്ങാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളുടെ ലൈഫിൽ വാല്യൂ നൽകാതെ നിങ്ങളുടെ ഹാർഡ് ഏൺ ആയിട്ടുള്ള മണി ഒരു വിധത്തിലും എഡ്യൂഫ്ലെയർ സമ്പാദിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ ലൈഫിൽ വാല്യൂവും ട്രാൻസ്ഫോർമേഷൻ നൽകുന്നതിന് വേണ്ടിയാണ് എഡ്യൂഫ്ലെയർ പ്രവർത്തിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടതായ ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തെ ഏറ്റവും ഉയരത്തിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നതിനാവശ്യമായുള്ള എല്ലാ സർവീസുകളും എഡ്യൂഫ്ലെയറിൽ നിന്നും ഏറ്റവും ക്വാളിറ്റിയോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇത് എഡ്യൂഫ്ലെയറിൻ്റെ ചെയർമാൻ എന്ന നിലയ്ക്ക് ഞാൻ നൽകുന്ന ഉറപ്പാണ്.